ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ബാലൻസ് വന്ന ചില തുണികളുടെ മെറ്റീരിയലോ ഇങ്ങനെയുള്ള ഫാബ്രിക്കൊക്കെ വേസ്റ്റായിട്ട് വരുന്നില്ലേ, അത് വെച്ചിട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ്, ഒരു ഹെയർ ബോയാണ്. ഇത് ഹെയർ ബോയ് ആയിട്ട് യൂസ് ചെയ്യാം, ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഉപയോഗിച്ചിട്ട് ബാലൻസ് വന്നതാണ്. അതിങ്ങനെ വീതിയായിട്ടല്ല, കുറച്ച് നീളത്തിലുള്ള ഒരു പീസായിരുന്നു. അത് ഒരു ലെവലില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ പീസിനെ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നിരത്തി രണ്ട് സൈഡും എത്ര ഈക്വലായിട്ടാണ് ലെങ്ത് കിട്ടുന്നത് അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നോക്കി ആ സൈഡിലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്തായാലും നമുക്ക് ഈ ബിഗ് പീസ് ബാലൻസ് വരുന്നതൊക്കെ ആകുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കില്ലല്ലോ, ഇതുപോലെ ഒരു കട്ട് ആയിട്ടുള്ള പീസ് ആയിരിക്കില്ലേ. അപ്പോൾ അതിനെ ഞാൻ ഒന്നുകൂടെ മടക്കിയിട്ട് അടുത്ത സൈഡ് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഈക്വലാക്കി ഒന്ന് എടുക്കുകയാണ്. അതിപ്പോൾ ഇത്രയും വീതി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് വീതി കുറയുമെന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് ഞാൻ ഇത് രണ്ട് മടക്കാണ് കേട്ടോ. ആ രണ്ട് മടക്കിന് ഞാൻ സെൻറ്ററിലോട്ടൊന്ന് മടക്കി രണ്ട് മടക്കാക്കി എടുത്തു. എന്നിട്ട് ജസ്റ്റ് നമ്മൾ സാരിയുടെ പ്ലീറ്റ് എടുക്കൂലേ, അതുപോലെ സെൻറ്ററിലൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഓക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കട്ടിയുള്ള സ്ഥലത്ത് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റ് പിടിക്കുന്ന പോലെ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ സെൻറ്ററിലേക്ക് കയ്യിൽ പിടിച്ച് ഇങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ പറ്റിയില്ല എങ്കിൽ നമുക്ക് സൂചിയില്ലേ അതുകൊണ്ട് അങ്ങ് കോർത്താലും മതി സെൻറ്ററിലേക്ക്. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ത്രെഡ് വെച്ചിട്ടങ്ങ് ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെല്ലാം ഒന്ന് എന്ത് ചെയ്യണം, ചുറ്റിയെടുക്കുമ്പോൾ അതൊന്ന് നന്നായി ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റിയെടുക്കണം കേട്ടോ, എന്നാലേ നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കണം. നമ്മൾ വെക്കുമ്പോൾ നേരെ ഇരിക്കണമെന്നില്ല. അതിനുശേഷം രണ്ട് സൈഡും ഉള്ള ഈ എക്സ്ട്രാ നമ്മൾ വെക്കുമ്പോൾ ഒരേ ലെവലിലല്ലല്ലോ നിൽക്കുന്നത്, അതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊന്ന് കട്ട് ചെയ്ത് നിരപ്പാക്കി എടുക്കുക. ഒരു അല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും, അത് മാറാനായിട്ട് രണ്ടും എന്ത് ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് രണ്ട് സൈഡും. അപ്പോൾ ഏകദേശം കാണാനൊരു പ്രത്യേകം ഇപ്പോൾ തന്നെ ഇല്ലേ, കണ്ട് മനസ്സിലായില്ലേ, ഒരു നല്ലൊരു ഭംഗിയില്ലേ. ഇനി അതിൻ്റെ ഒരു ചെറിയൊരു പീസൊക്കെ തുണിയെടുക്കുക, ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, മടക്കി സെൻറ്ററങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ നൂല് കൊണ്ട് കെട്ടിയ ഭാഗമൊന്നും അറിയത്തില്ല പുറത്ത്, അല്ലെങ്കിൽ അതൊരു വൃത്തിയായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഗ്ലൂ ആയാലും മതി കേട്ടോ. അപ്പോൾ അതങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ പുറകിലേക്ക് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് വയ്ക്കാൻ വേണ്ടി, ഇനി ഇത് വെച്ചിട്ട് ഹെയർ ബാൻഡ് ഫിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഹെയർ ബാൻഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പാണ് ചെയ്യുന്നത്. ഇനി അതൊരു ഹെയർ ബാൻഡിലോട്ട് വയ്ക്കണമെങ്കിൽ ഹെയർ ബാൻഡിലോട്ടും വയ്ക്കാം. ഞാനത് കട്ട് ചെയ്ത് കുറച്ച് വലുതായി പോയി കേട്ടോ, അതുകൊണ്ട് പുറത്തത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാനതിനെ കട്ട് ചെയ്തങ്ങ് ചെറുതാക്കി ആ സൈഡിൽ കൂടെ അങ്ങ് കട്ട് ചെയ്ത്. പക്ഷേ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ അത് കട്ടായി പോകാതെ ശ്രദ്ധിച്ചോളണം. എന്നിട്ട് സെൻറ്ററിലേക്ക് ഒരു പാച്ചസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്തെടുത്തതാണ്. നമ്മുടെ ഒരു കട്ട് ബീഡ്സ് കൊടുത്തു, അതിന് ഒന്ന് എന്താ പറയുക സ്റ്റോൺ ചെയിൻ ചുറ്റിയെടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നോക്കി അതിൻ്റെ ബാക്ക് നമ്മളിങ്ങനെ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വൃത്തിയുടെ ഒന്നുമല്ല, നല്ല നീറ്റോട് തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മളങ്ങനെ കഴിഞ്ഞാൽ നമ്മളിത് ഇത് വേസ്റ്റ് മെറ്റീരിയലല്ലേ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള തുണിയല്ലേ എന്ന് വിചാരിക്കണ്ട. നോക്കി ഇങ്ങനെ വേസ്റ്റായിട്ട് ഇരുന്ന ഒരു തുണിയാണ് ഞാൻ ഈ രീതിയിലാക്കി എടുത്തത്. അപ്പോൾ നമുക്ക് നല്ല ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്പോ, പ്രത്യേകിച്ച് ഈ ലോങ് ടെയിൽ ഹെയർ ബോയ് ഒക്കെ ഇല്ലേ, കുറച്ച് വലിയ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് ലോങ് ടെയിൽ ഹെയർ ബോയ്, ഇതിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു, ഞാൻ ലോങ് ടെയിൽ ഹെയർ ബോയ് ആയിട്ട് ഇടയ്ക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ ബാലൻസ് വരുന്ന പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു ഹെയർ ബോയോ ഹെയർ ക്ലിപ്പോ ഒക്കെ ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നിങ്ങളും ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.